എന്തൊരു ടേസ്റ്റ് അമ്മേ. എത്ര ദിവസം ഇതൊക്കെ കഴിച്ചിട്ട്. എന്തിനാടി കുഞ്ഞ് നീ ഇങ്ങനെ ആർത്തി പിടിച്ച് കഴിക്കുന്നേ? മെല്ലെ കഴിക്കുക, പതിയെ കഴിച്ചാൽ മതി. എന്താ ഇങ്ങനെ? അമ്മയ്ക്കേ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കല്യാണം കഴിഞ്ഞ് അയലേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഉണ്ടാക്കണ കറിയുടെയൊക്കെ രുചി മനസ്സിലാക്കാൻ തുടങ്ങി. ഓ വായിലേ വെള്ളം ഊറ. അല്ല, അഖിലിൻ്റെ അമ്മ നിനക്ക് ഇഷ്ടപ്പെട്ടതൊന്നും വെച്ച് തരാറില്ലേ? കല്യാണം ഉറപ്പിച്ച സമയത്ത് എന്നെ വിളിച്ച് നിൻ്റെ അമ്മായിമ്മ അറിയുമായിരുന്നല്ലോ മോൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണ ശേഷം ഉണ്ടാക്കി കൊടുക്കണത്. എന്നിട്ടിപ്പോൾ ഒന്നും ഉണ്ടാക്കി തരാറില്ല. അപ്പോൾ ആദ്യത്തെ 2 ദിവസത്തേക്ക് എല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ പിന്നെ സോപ്പിട്ട് എന്നെ ഓരോ പണികൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പോകെ ആ വീട്ടിലെ മുഴുവൻ ജോലി ഞാൻ തന്നെയായി. അതിലേറ്റിൻ്റെ അമ്മ രാവിലെ 9 മണിക്ക് എണീക്കും. ഞാൻ അപ്പോഴേക്കും എല്ലാം ഉണ്ടാക്കി വെക്കണം. ഉച്ചക്കത്തേക്കും ഒരുവിധം പണിയെല്ലാം തീർത്ത് വെച്ചേക്കണം എണീക്കുമ്പോഴേക്കും, അല്ലെങ്കിൽ ചീത്ത വേറെ. ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാം എടുത്ത് കഴിച്ച് അതിന് 100 കുറ്റവും പറഞ്ഞ് അടുത്ത പണി എന്തൊക്കെ തരാമെന്ന് നോക്കി നടക്കലാണ് അഖിലേട്ടൻ്റെ അമ്മയുടെ മെയിൻ ജോലി. അല്ല മോളെ, നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അഖില് കാണുന്നില്ലേ? എനിക്ക് വേണ്ടി ഒന്നേ വരെ അഖിലേട്ടൻ ആ വീട്ടിൽ സംസാരിച്ചിട്ടില്ല. മറ്റുള്ളവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ കൂടി അതിനും കൂടി എന്നെ ചീത്ത പറഞ്ഞ് എന്നെ അടിക്കാൻ അഖിലേട്ടന് കുറച്ചുകൂടി ഇഷ്ടം. അവൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ? അത് പിന്നെ ആ ചേച്ചി എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പോൾ വന്നോളൂടി. നിനക്ക് ചായ എടുക്കട്ടെ മോളെ? വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി. എന്താ അമ്മേ, ഞാൻ വന്നതിൽ അവൾക്കൊരു സന്തോഷമില്ലാത്ത പോലെ. അവൾക്കിത് എന്തു പറ്റി? അവളെയും കുറ്റം പറയാൻ പറ്റില്ല മോളെ. നീ എന്ന് പറഞ്ഞ് നടന്നവളവൾ. ചേച്ചിയാണ് ലോകം. എല്ലാ കാര്യവും നിന്നോട് നോക്കിയിട്ടല്ലേ അവൾ ചെയ്യത്തുള്ളായിരുന്നു. നിനക്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ കല്യാണം ഉറപ്പിച്ച ശേഷം നീ അങ്ങോട്ട് മാറിപ്പോയി. നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല, പക്ഷെ പറയാതിരിക്കാനും പറ്റണില്ല. കല്യാണത്തിന് തലേന്നും കണ്ട് നീ എന്തോ ചെറിയ കാര്യത്തിൽ കുടുംബക്കാരുടെ മുന്നിൽ വെച്ച് അവളെ ചീത്ത പറഞ്ഞില്ലേ? അവൾ അതേപ്പറ്റി ഭയങ്കര ഒരു വിഷമം അവളുടെ ഉള്ളിൽ കിടന്ന്. നിന്നെ അങ്ങ് തുറന്ന് സ്നേഹിക്കാനൊന്നും അവൾക്ക് പറ്റുന്നുണ്ടാവില്ല. കുറേ കാര്യങ്ങൾ അത് മാത്രമല്ല, കല്യാണം ഉറപ്പിച്ച ശേഷം നീ എന്തൊക്കെയോ രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അവൾക്ക് മറക്കാൻ പറ്റേ? ഒരു വിധത്തിൽ ഞാനൊരു മായാലോകത്തായിപ്പോയി. കല്യാണത്തിന് മുന്നേ അഖിലേട്ടൻ്റെ വീട്ടുകാരുടെയും അഖിലേട്ടൻ്റെയൊക്കെ സംസാരം കേട്ടപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ അങ്ങോട്ട് മറന്നുപോയി. അങ്ങനെയൊക്കെ ഞാൻ പെരുമാറി. പക്ഷെ ഇപ്പോഴാണ് നിങ്ങളുടെയൊക്കെ വില മനസ്സിലാവണേ. വയറ് കയറുന്നു, കൈ കയറട്ടെ. എന്താ മോളെ നിൻ്റെ കൈക്ക് പറ്റിയേ? ആകെ ചോദിലിരിക്കില്ലല്ലോ. അതിന് ഒരു ദിവസം അഖിലേട്ടനെന്തോ ദേഷ്യം വന്നപ്പോൾ കൈ പിടിച്ചങ്ങ് തള്ളി. ആ ചുമരി കൊണ്ടിടിച്ച് ചോന്നതാ. നീ എന്തേ പറയുന്നേ? അവനെന്തിനു തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? അല്ല, ഇത് എപ്പോൾ തുടങ്ങിയതാ? നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഇത്ര ആളും. കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച തൊട്ട് തുടങ്ങിയതാ ഈ അടി ഇടിക്കലും ഒക്കെ. ആദ്യമൊക്കെ വിചാരിച്ചു ജോലിയുടെ വല്ല ടെൻഷനോ ഈ കല്യാണത്തിൻ്റെയൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന്. പിന്നെ പിന്നെ മനസ്സിലായി അഖിലേട്ടന് ദേഷ്യം വന്നാൽ എൻ്റെ ദേഹം വേദനിപ്പിക്കണം, എന്നാലൊരു മനസ്സുഖം കിട്ടും. ഞാൻ കരയണ കണ്ട അഖിലേട്ടന് സന്തോഷം. എനിക്ക് ഇവിടെ വന്നതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു നാണക്കേട് പോലെ തോന്നി. അതുകൊണ്ട് പിന്നെ എല്ലാം സഹിച്ചവിടെ നിൽക്കുക. എൻ്റെ മോളെ, എനിക്കറിയത്തില്ലായിരുന്നു അവൻ ഇത്ര ക്രൂരനാന്ന്. ഞങ്ങളുടെ മുന്നിലൊക്കെ അവൻ നിന്നോട് നല്ല സ്നേഹമാണല്ലോ. അവനെങ്ങനെ നിന്നെ അടിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ വേണ്ട മോളെ, നീ ഇങ്ങനെ അടികൊണ്ട് നിൽക്കണേ. ഞാൻ അച്ഛനോട് പറയുന്നത് തന്നെ എത്രയും പെട്ടെന്ന് അവിടെ വന്ന് സംസാരിക്കുക. അത് ശരിയാവത്തില്ല. അയ്യോ വേണ്ടമ്മേ, ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. ഒരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പം ഇത് ശരിയാവും, ദേഷ്യം കുറയും. എൻ്റെ മോളെ, അങ്ങനെയൊന്നും ശരിയാവത്തില്ല. നീ എന്തിനാ എങ്ങനെ സഹിച്ചു നിൽക്കുന്നേ? നടക്കില്ല. അച്ഛനോട് പറയണ്ട, ഞാൻ സംസാരിക്കാം അവരുടെ അടുത്ത്. അവനറിയട്ടെ നിനക്ക് ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ടെന്ന്. അങ്ങനെ അയ്യോ അതിലായിട്ടുള്ള ഫോൺ ചെയ്യണമെന്നോ, ഞാൻ ഒന്ന് പോയി എടുക്കട്ടെ. നീ എന്താ റൂമിൽ തന്നെ ഇരിക്കുന്നേ? ചേച്ചി വന്നിട്ട് മര്യാദയ്ക്ക് അവിടെ സംസാരിച്ചു പോലില്ലല്ലോ. എനിക്കെന്തോ പറ്റണില്ല അമ്മേ. കല്യാണത്തിന് തലേന്ന് ചേച്ചി ആ ബന്ധുക്കളുടെ മുന്നേ വെച്ച് എന്നോട് പെരുമാറുന്നത് എനിക്കതിന് മറക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ആ ഷോക്ക് എൻ്റെ ഉള്ളിലുണ്ട്. എന്നെക്കൊണ്ട് പറ്റണില്ല മര്യാദയ്ക്ക് സംസാരിക്കാൻ. എൻ്റെ മോളെ, ഇങ്ങനെയൊന്നും പെരുമാറരുത്. നിങ്ങൾ രണ്ടുപേരുള്ള കൂടപ്പുറപ്പുകളായിട്ട്
നാളെ ഒരു കാലത്ത് ഞാനും അച്ഛനും ഇല്ലാണ്ടായാലും നിങ്ങൾ വേണം പരസ്പരം താങ്ങുന്നുണ്ടതിലായിട്ട് നിൽക്കാൻ. നീ ഇങ്ങനെ കാണിക്കരുത്. അമ്മ ഞാൻ ഇറങ്ങാം കേട്ടോ. നീ ഇതെവിടേക്കാ? ഇന്ന് വന്നില്ലേ ഉള്ളൂ? 2 ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചല്ലേ അമ്മ ഞാൻ വന്നേ. പക്ഷെ അഖിലേട്ട് വിളിച്ച് ചൂടായി. ഇത് തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അനുസരിച്ചില്ലേ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ നാളെ ആണെങ്കിൽ അടി കിട്ടും. എന്തിനായിരുന്നു നിൽക്കണേ? എനിക്കിതൊന്നും വയ്യ കേൾക്കാൻ. കല്യാണം ഉറപ്പിച്ച് വെച്ച സമയത്ത് തന്നെ അവൻ കരയിപ്പിക്കാൻ തുടങ്ങിയതാണ്. അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാ. അപ്പോൾ നീ എൻ്റെ വായടച്ചു. മൊമ്മക്കിട്ട് കയറി എന്നെ പെരുമാറ എന്നോട് ദേഷ്യം കാണിക്കാനോ നിനക്ക് സമയം ഉണ്ടായിരുന്നു. നീ എന്തിനാണ് അവൻ്റെ അടിയിൽ നെല്ലും കൊള്ളാൻ വേണ്ടി അങ്ങോട്ട് പോണത്? നീ എന്തിനാ അങ്ങനെ സഹിച്ച് നിൽക്കണത്? നീ ഇനി അങ്ങോട്ട് പോകണ്ട. ഇനിയിപ്പോൾ അതിന് വരുന്ന നാണക്കേട് ഞങ്ങളങ്ങ് സഹിച്ചു. നിന്നെ അവിടെ കൊണ്ട് തല്ലി ഒളിക്കാനല്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി കേട്ടോ. അങ്ങനെ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ അമ്മേ. ഇവക്കൊരു ജീവിതമുള്ളതല്ലേ. ഞാനൊരു ഡിവോഴ്സായി വന്നു കഴിഞ്ഞാൽ അവളുടെ ജീവിതത്തെ ബാധിക്കും. അത് വേണ്ട. അതൊന്നും സാരമില്ല. അടികൊള്ളാൻ ചേച്ചി അങ്ങോട്ട് പോകണ്ട. ചേച്ചി ഇവിടെ നിൽക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ചുകൂടെ നോക്കാം. തീരെ പറ്റിയില്ലെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോരും. പിന്നെ എൻ്റെ പക്വതയില്ലായ്മ കൊണ്ടേ അമ്മയും ബാറുവിനെയൊക്കെ കല്യാണം ഉറപ്പിച്ച സമയത്ത് ഞാൻ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. പറ്റിപ്പോയതാ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴേ ശരിക്കും മനസ്സിലാവണം എനിക്ക് എൻ്റെ വീട്ടുകാരുടെ വില. പാറു നീ ഇടയ്ക്ക് എന്നെ വിളിക്കലടി. ദേഷ്യമൊന്നും വിചാരിക്കില്ലേ. ശരിയല്ല, ഞാൻ ഇറങ്ങട്ടെ. ഞാൻ വിളിക്കാട്ടാ.